ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിഖിത വിജയൻ. ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിഷേധത്തെ തുടർന്ന് 3 തവണ നിർത്തിവച്ച സഭാ നടപടികൾ 3 മണിക്ക് പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ലോക്സഭയിൽ രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ്, DMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധം തുടങ്ങി. ചോദ്യോത്തരവേള തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ സഭാ നടപടികൾ സ്പീക്കർ നിർത്തിവച്ചു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് ഉണ്ടായത്. പ്രധാനമന്ത്രി ഇന്റേൺഷിപ്പ് പദ്ധതിയുമായി ബന്ധിപ്പിക്കുന്നതിന് മികച്ച 500 കമ്പനികളെ കണ്ടെത്തിയതായി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. കഴിഞ്ഞ 3 വർഷത്തെ ശരാശരി CSRF ചെലവ് അടിസ്ഥാനമാക്കിയാണ് കമ്പനികളെ തിരഞ്ഞെടുത്തതെന്ന് മന്ത്രാലയം ലോക്സഭയിൽ അറിയിച്ചു. പരീക്ഷണഘട്ടത്തിൽ 25 മേഖലകളിൽ നിന്നായി 1.27 ലക്ഷം ഇന്റേൺഷിപ്പ് അവസരങ്ങൾ ഈ കമ്പനികൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. നബാർഡിന്റെ ആദിവാസി വികസന ഫണ്ടിന് കീഴിൽ ആദിവാസി മേഖലകളുടെ വികസനത്തിന് ധനസഹായം നൽകുന്നുണ്ടെന്നും കഴിഞ്ഞ 18 വർഷത്തിനിടെ 1029 പദ്ധതികൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആദിവാസി കുടുംബങ്ങൾക്ക് സുസ്ഥിര ഉപജീവന സാധ്യതകൾ പ്രദാനം ചെയ്യുന്നതാണ് ഈ പദ്ധതികളെന്നും കേന്ദ്രമന്ത്രി ലോക്സഭയിൽ പറഞ്ഞു. TDF പദ്ധതിയുടെ പ്രയോജനം 6.29 ലക്ഷം കുടുംബങ്ങൾക്ക് ലഭിച്ചതായും ധനമന്ത്രി അറിയിച്ചു. രാജ്യത്ത് പാഴ്സി മതവിഭാഗക്കാരുടെ എണ്ണം തുടർച്ചയായി കുറയുന്നതായി കേന്ദ്ര സർക്കാർ. 1941 രാജ്യത്ത് 1,14,000-ലധികം പാഴ്സികൾ ഉണ്ടായിരുന്നുവെന്നും 2011 57,000-ആയി താഴ്ന്നതായും കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ജനസംഖ്യ കുറയുന്നത് തടയാൻ നിരവധി പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 10 വർഷത്തിനിടെ രാജ്യത്ത് സ്ത്രീ ശാക്തീകരണത്തിനായി നിരവധി നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീകൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരതയും ഇൻഷുറൻസ് അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച ബീമാ സഖി യോജനയ്ക്ക് ഹരിയാനയിലെ പാനിപ്പത്തിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ഭാവി ബീമാ സഖികൾക്കുള്ള നിയമന സർട്ടിഫിക്കറ്റുകൾ പ്രധാനമന്ത്രി വിതരണം ചെയ്തു. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് INS തുഷീൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് റഷ്യയിൽ കമ്മീഷൻ ചെയ്തു. രാജ്യത്തിന്റെ വളരുന്ന സമുദ്രശക്തിയുടെ തെളിവാണ് INS തുഷീലെന്നും ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് കാഴ്ചപ്പാടിന് റഷ്യ നൽകുന്ന പിന്തുണ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൌഹൃദത്തിന്റെ ഉദാഹരണമാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. മനാമയിൽ നടന്ന 4ാമത് ഇന്ത്യ ബഹ്റിൻ ഉന്നത കമ്മീഷൻ സംയുക്ത യോഗത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ സഹ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ ബഹ്റിൻ സഹകരണം, വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സമുദ്ര സുരക്ഷ എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ശ്രീ ജയശങ്കർ എടുത്തു പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ പുതിയ ഗവർണറായി റവന്യൂ സെക്രട്ടറി സഞ്ജയ് മൽഹോത്രയെ നിയമിച്ചു. ഈ മാസം 11 മുതൽ 3 വർഷത്തേക്കാണ് നിയമനം. പരാതികളുമായി എത്തുന്ന ജനങ്ങളോട് ഉദ്യോഗസ്ഥരുടെ മോശം സമീപനം സർക്കാർ അംഗീകരിക്കില്ലെന്നും കർക്കശ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാധാരണക്കാരുടെ പരാതികൾ പരിഹരിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ കടമയാണെന്നും പ്രശ്നപരിഹാരം ജനങ്ങളുടെ അവകാശമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും ഇന്ന് അദാലത്തിന് തുടക്കമായി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് അനുവദിക്കുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ കേന്ദ്രം പ്രത്യേക സാമ്പത്തിക സഹായ പാക്കേജ് പ്രഖ്യാപിക്കാത്തതിന് കാരണം കേരളം വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ വൈകിയെന്ന ആരോപണം വസ്തുതാവിരുദ്ധമാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. അടുത്ത വർഷം മാർച്ച് 30 കേരളം സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തുമെന്നും 2025 നവംബറിനുള്ളിൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ തിരുവനന്തപുരത്തെ 29 വേദികളിലായി നടക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവ ലോഗോ പ്രകാശനം ചെയ്ത ശേഷം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗോത്രനൃത്ത വിഭാഗങ്ങൾ ഇത്തവണത്തെ കലോത്സവത്തിന്റെ പ്രത്യേകതയാണെന്നും മന്ത്രി പറഞ്ഞു. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന മനുഷ്യാവകാശ ദിനാഘോഷം മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ എല്ലാ ഓഫീസുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മനുഷ്യാവകാശ പ്രതിജ്ഞ എടുക്കണമെന്ന് സർക്കാർ നിർദ്ദേശിച്ചു.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.